സംസ്ഥാനത്ത് തോട്ടഭൂമിയുടെ 5% മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള സർക്കാർ തീരുമാനം വൻകിട ക്വാറി മാഫിയയ്ക്ക് വേണ്ടിയാണെന്ന് ആക്ഷേപം. തോട്ടഭൂമിയിൽ യാതൊരു വിധത്തിലുള്ള ഖനന പ്രവർത്തനവും നടത്തരുതെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. വൻകിട കാറുകളിൽ 70% പ്രവർത്തിക്കുന്നത് തോട്ടഭൂമിയിലാണെന്നിരിക്കെ ഹൈക്കോടതി വിധി മറികടക്കാനാണ് സർക്കാരിനെ സ്വാധീനിച്ച് തീരുമാനം എടുപ്പിച്ചതെന്നാണ് ആക്ഷേപം. ഹൈക്കോടതി വിധിയനുസരിച്ച് തോട്ടഭൂമിയിൽ ഖനന പ്രവർത്തനങ്ങൾ നിരോധിച്ചുകൊണ്ട് 2015 ഫെബ്രുവരി 25-നാണ് സംസ്ഥാന ലാൻഡ് ബോർഡ് ഉത്തരവിട്ടത്. സെക്ഷൻ 81 പ്രകാരം ഇളവനുവദിച്ച ഭൂമിയിൽ ഒരു വിധത്തിലുള്ള ഖനന പ്രവർത്തനവും പാടില്ലെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഉത്തരവ് എല്ലാ ജില്ലാ കളക്ടർമാരുടെ ഓഫീസിലേക്കും അയച്ചുവെങ്കിലും ഖനന പ്രവർത്തനങ്ങൾ തടയാൻ നടപടിയൊന്നുമുണ്ടായില്ല. ഇക്കാര്യം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന ഘട്ടമെത്തിയപ്പോഴാണ് ക്വാറി ഉടമകൾക്ക് വേണ്ടി സർക്കാർ തോട്ടഭൂമിയിൽ ഇളവ് നൽകിയതെന്നാണ് ആക്ഷേപം. ഈ ഭൂമികളിലാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന വൻകിട ക്വാറികളും പ്രവർത്തിക്കുന്നത്. ആ ക്വാറികൾക്ക് നിയമപരമായി നിലനിൽപ്പില്ല. അത് നിയമപരമായി നിലനിൽപ്പില്ലാൻ ചോദ്യം ചെയ്യപ്പെടുമെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ നിയമപരമായ പോരാട്ടത്തിലാണ് ഞങ്ങളുടെ അസോസിയേഷൻ. ആ സമയത്താണ് കേരളത്തിലെ ഗവൺമെന്റ് തിടുക്കം പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തീരുമാനമായിട്ട് മുന്നോട്ട് പോയത്. ഭൂപരിഷ്കരണ നിയമപ്രകാരം ഇളവ് അനുവദിച്ച ഭൂമിയിലാണ് വൻകിട ക്വാറികളിൽ ഭൂരിഭാഗവും പ്രവർത്തിക്കുന്നത്. ഇളവനുവദിച്ച തോട്ടഭൂമിയിലെ 5% മാത്രമേ ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതുള്ളൂ. ബാക്കി മുഴുവൻ ഭൂമിയിലും ഖനനം ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ നടത്താം. തോട്ടഭൂമിയുടെ 5% മറ്റാവശ്യങ്ങൾക്കായി വിനിയോഗിക്കാൻ അനുമതി നൽകിയതിലൂടെ നിയമവിരുദ്ധമായ ഖനന പ്രവർത്തിക്ക് നിയമപ്രാബല്യം ലഭിക്കുകയാണ് ചെയ്യുന്നത്. KM ഷഹീദ്, റിപ്പോർട്ടർ, കോഴിക്കോട്.